എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണ ഭീതിയിലാണ് പ്രദേശവാസികൾ. തീരദേശവാസികൾ റോഡ് ഉപരോധിക്കുകയാണ്. നമുക്കതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അവിടെ അഞ്ജന അനിൽകുമാറുണ്ട് തീരദേശവാസികൾക്കൊപ്പം. അഞ്ജന, ഗുഡ് മോർണിംഗ്. കണ്ണമാലി ഈ ചെല്ലാനം നിരന്തരം ഈ വാർത്തകളിൽ നിറയുന്ന പ്രദേശങ്ങളായിരുന്നു. കണ്ണമാലിയാണിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. പ്രദേശവാസികൾ വല്ലാതെ അസ്വസ്ഥരാണ്. അവർക്ക് എന്താണ് പറയാനുള്ളത്? എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ അവർ റോഡ് ഉപരോധിക്കുന്നത്? അഞ്ജന. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കണ്ണമാലിയിൽ റോഡ് ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് കാണാം, ഈ റോഡിൽ ഇപ്പോൾ വഞ്ചിയും കടലിൽ നിന്ന് വന്നിരിക്കുന്ന മാലിന്യങ്ങളും എല്ലാം വെച്ചാണ് ഇവർ ഉപരോധിക്കുന്നത്. ഈ കണ്ണമാലിയിൽ നിന്നും ചെല്ലാനത്തേക്ക് പോകുന്ന ഈ റോഡാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ തിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമാണ്. നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവർ ഈ റോഡിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അരുൺകുമാർ. കാരണം ഇവരുടെയൊക്കെ വീടുകളിലേക്ക് ഒഴുകി വരുന്ന മാലിന്യമാണിത്. ഈ വെള്ളം കയറുന്നു, അതിനുശേഷം ഈ വെള്ളം തിരിച്ചു പോകുമ്പോഴും ഈ മാലിന്യങ്ങളെല്ലാം തന്നെ ഈ വീട്ടിൽ കെട്ടിക്കിടക്കുന്നു. വലിയ തടിക്കഷ്ണങ്ങൾ, മരച്ചില്ലകൾ, ഇതെല്ലാം തന്നെയാണ് ഈ വെള്ളത്തിൽ ഒഴുകി വരുന്നത്. ആ സാധനങ്ങൾ തന്നെയാണ് ഇവർ ഈ റോഡിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. വലിയ തടിക്കഷ്ണങ്ങളും പിന്നെ ഇവരുടെ വഞ്ചിയും എല്ലാം വെച്ചാണ് റോഡ് ഉപരോധിക്കുന്നത്. കഴിഞ്ഞ 9 ദിവസമായി ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അധികാരികളോട് പറഞ്ഞു മടുത്തു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം നാളുകളായി ഇവർ പറയുന്ന ഒരു ആവശ്യമാണ് ഒരു കടൽഭിത്തി വേണമെന്നത്. എന്നാൽ 4 ലക്ഷം രൂപ മുടക്കി ജിയോ ബാഗുകൾ സ്ഥാപിച്ചു. പക്ഷേ വലിയ തിരിയടിച്ചപ്പോൾ തന്നെ ഈ ജിയോ ബാഗുകൾ തകർന്ന് ഈ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും 30ഓളം വീടുകളിലാണ് സ്ഥിരമായി ഇവിടെ വെള്ളം കയറുന്നത്. കടലേറ്റം രൂക്ഷമാകുമ്പോൾ ഏകദേശം ഒരു 11 മണി കഴിയുമ്പോൾ തൊട്ട് മുട്ടോളം വെള്ളമാണ് വീടുകളിലെല്ലാം തന്നെ ആകുന്നത്. ഇവരുടെ കാര്യങ്ങളെല്ലാം തന്നെ തടസ്സപ്പെടുന്നു. ചെറിയ കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. ഇവരെല്ലാം നിസ്സഹായരായി പോകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ 2-3 ദിവസമായി നമ്മളിവിടെ വരുമ്പോൾ കാണുന്നത്. ഇവർക്ക് ഈ പ്രശ്നത്തിൽ നിന്നൊരു ശാശ്വത പരിഹാരം വേണം. അത് തന്നെയാണ് അധികാരികളോട് ഇത്രയും നാളായി ആവശ്യപ്പെടുന്നതും. പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടും ഈ പ്രദേശത്തൊന്ന് വരാൻ പോലും ആരും തയ്യാറായിട്ടില്ല എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ വിഷമം. ഇപ്പോൾ വീട്ടിലൊക്കെ വെള്ളമുണ്ടോ? എങ്ങനെയാ? ഇപ്പോൾ വെള്ളമില്ല. വെള്ളം ഒരു 11 മണിയോടെ വെള്ളമെല്ലാം കയറി എല്ലാ വീടുകളിലുള്ള എല്ലാ സാധനങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അധികാരികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. നമ്മളുടെ വീടുകളും മറ്റും ഉപ്പെടുത്ത് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വീടുകളും ഇവിടെ നാശനഷ്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്നിട്ടും അധികാരികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ നമ്മളെ ഒരു കാരണവശാലും ഈ കോസ്റ്റൽ ഏരിയയിൽ നമ്മുടെ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ചെല്ലാന ഭാഗങ്ങളിലും ട്രപ്പോഡുകളിട്ട് സംരക്ഷിച്ചതുപോലെ നമ്മളുടെ ഈ തീരം സംരക്ഷിക്കാൻ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അരുൺകുമാർ, നമ്മൾ ഇവിടെ വീടുകളിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇവരുടെ വീടിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞിരിക്കുന്ന കാഴ്ച തന്നെയാണ്. കാരണം പലരുടെയും ഒരു അധ്വാനം തന്നെയാണ് അവരുടെ ആ വീടുകളെല്ലാം തന്നെ നശിച്ചിരിക്കുന്നു. ഈ ഉപ്പുവെള്ളം ചെന്ന് ദ്രവിച്ച അവസ്ഥയിലാണ്. പിന്നീട് ഈ വേസ്റ്റുകളെല്ലാം തന്നെ കയറുമ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതാണ് രാവിലത്തെ ഇവരുടെ ജോലി. അങ്ങനെയുള്ള കൃത്യങ്ങളിലാണ് ഇപ്പോൾ കണ്ണമാലിയിലുള്ളവരെല്ലാം തന്നെ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ കയറിയ മാലിന്യങ്ങളെല്ലാം തന്നെ ഈ വീട്ടിൽ നിന്നും നീക്കം ചെയ്തതിന് ശേഷമാണ് ഇവർ ഇങ്ങോട്ടേക്ക് റോഡ് ഉപരോധിക്കാനായി എത്തുന്നത്. പല കണ്ണമാലിക്കാരും ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. 11 മണി കഴിയുമ്പോൾ തൊട്ടാണ് ഇവിടുത്തെ അന്തരീക്ഷം രൂക്ഷമാകുന്നത്. വീടുകളിൽ വെള്ളം കയറുന്നു. മുട്ടോളം വെള്ളത്തിലാണ് ഇവർ കഴിയുന്നത്. ഇവിടെ രോഗികളടക്കമുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കണ്ണമാലിയിലെ തീരദേശവാസികൾ ബുദ്ധിമുട്ടുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും റോഡിൽ വഞ്ചിയിട്ട് വഴി തടഞ്ഞാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. ശാശ്വത പരിഹാരം വേണമെന്നാണ് പറയുന്നത്. നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ പോകുന്ന അവസ്ഥയാണ്. ഇതാണ് ഇപ്പോൾ കണ്ണമാലിയിലെയും ഒക്കെ ഒരു പൊതുവായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. വഞ്ചി ഇറക്കാതെ പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് മനുഷ്യരുള്ളത്. ഇങ്ങനെ വെള്ളക്കെട്ടൊക്കെ വന്നാൽ എന്ത് ചെയ്യും? തീരദേശത്തെ തീരാ ദുരിതത്തിൻ്റെ കാഴ്ചകളാണ് കണ്ണമാലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അഞ്ജന അനിൽകുമാറും സംഘവും പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു പ്രദേശത്തിൻ്റെ കാഴ്ചയാണ് കേട്ടു. ഇത് ഒരു കനാലാണോ എന്ന് പ്രേക്ഷകർ ചോദിക്കരുത്. ഇത് ഒരു റെസിഡൻഷ്യൽ കോളനിയിലേക്കുള്ള വഴിയാണ്. അത് ആ പ്രദേശത്തെ കണ്ണമാലി പ്രദേശത്തെ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വേണ്ടി വന്നാൽ ഒരു ചെറിയ സ്പീഡ് ബോട്ട് ഇറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആഴമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതെന്താണ് അവസ്ഥയല്ലേ? മുട്ടോളം വെള്ളം ഈ ഭാഗത്തുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിക്കാനായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത്.